ഇനി നമുക്ക് സിമൻറ്റ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. നോർമലി ഏതൊരു സിമൻ്റ് ആയാലും അതിനൊരു ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ഉണ്ടായിരിക്കും. നോർമലി ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് എ സിമൻറ്റ് വിൽ നോട്ട് ബി ലെസ് ദാൻ 30 മിനിറ്റ്സ് ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 hours. അതായത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റിനേക്കാൾ കുറവായിരിക്കണം, ഫൈനൽ സെറ്റിംഗ് ടൈം 10 hourലും കൂടുതൽ പാടില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി മേജർലി 3 ഓപ്പറേഷൻസ്, 3 സ്റ്റെപ്സ് ആണുള്ളത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സിമെൻറ്റിൻ്റെ. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, ബേണിംഗ്, ഗ്രൈൻഡിങ്. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പുകൾ? മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, ബേണിംഗ് ആൻഡ് ഗ്രൈൻഡിങ്. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് സിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പാണിത്. കാൽക്കാരിയസ്, ആർജിലീഷ്യസ് ആൻഡ് സിലീഷ്യസ് മെറ്റീരിയൽ. ഇത് 2 സ്റ്റെപ്പ് ഉണ്ട്. അത് ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും. ഇനി ഡ്രൈ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇൻ ഡ്രൈ പ്രോസസ്, കാൽക്കാരിയസ് മെറ്റീരിയൽ സച്ച് ആസ് ലൈംസ്റ്റോൺ ആൻഡ് ആർജിലീഷ്യസ് മെറ്റീരിയൽ സച്ച് ആസ് ക്ലേ are separately ground in ball mills. Then they are mixed in correct proportion and stored in storage tank. ഈ സ്റ്റെപ്പ് രണ്ടുമാണ് ഡ്രൈ പ്രോസസ്സിൽ നടക്കുന്നത്. അതായത് ബോൾ മില്ലിൽ വെച്ച് രണ്ടും ഗ്രൗണ്ട് ചെയ്യുന്നു ആൻഡ് സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി വെറ്റ് പ്രോസസ്സ്, കാൽക്കാരിയസ് മെറ്റീരിയൽ സ്റ്റോറേജ് ടാങ്കിൽ തന്നെ വെച്ചിരിക്കും. ആർജിലീഷ്യസ് മെറ്റീരിയൽ സച്ച് ആസ് ക്ലേ അതിനെ വാഷ് ചെയ്യും, അതിനുശേഷം അതിനെ ബേസിൻസിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയലാണ് സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ പ്രോസസ്സ് ആൻഡ് വെറ്റ് പ്രോസസ്സ് ഇത് രണ്ടുമാണ് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ബേണിംഗ്, രണ്ടാമത്തെ പ്രോസസ്സ്. അപ്പോൾ ഡ്രൈ പ്രോസസ്സിനും വെറ്റ് പ്രോസസ്സും കഴിഞ്ഞു. വെറ്റ് പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടിയ മെറ്റീരിയലാണ് സ്ലറി. ഈ സ്ലറിയെ ബേൺ ചെയ്യും. നേരത്തെ തന്നെ നമുക്കറിയാം ബേണിംഗ് ടെമ്പറേച്ചർ വിൽ ബി 1400 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ ബേൺ ചെയ്യുമ്പോൾ സ്ലറിയെ ബേൺ ചെയ്യുന്നത് കിട്ടുന്ന മെറ്റീരിയൽ റോട്ടറി കിൻ എന്ന് പറയുന്ന ഇതിലാണ് സ്ലറിയെ നമ്മൾ ബേൺ ചെയ്യുക. സ്ലറി വിൽ ബി ഇഞ്ചക്റ്റഡ് ഇൻ ദ അപ്പർ എൻഡ് ഓഫ് റോട്ടറി കിൻ. ഈ റോട്ടറി കിന്നിൻ്റെ അപ്പർ എൻഡിലായിരിക്കും ഇത് ഇഞ്ചക്റ്റ് ചെയ്യുക. ഈ സ്ലറിയെ 1400 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഫോം ചെയ്യുന്നതാണ് ക്ലിങ്കേഴ്സ്. ക്ലിങ്കേഴ്സിൽ നിന്നാണ് സിമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ്? ബേണിംഗ്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേണിംഗ് നടക്കുന്നത് റോട്ടറി കിന്നിൽ. ബേണിങ്ങിന് ശേഷം നമുക്ക് ക്ലിങ്കേഴ്സാണ് ഫോം ചെയ്യുന്നത്. അത് രണ്ടാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് ആണ്. അതായത് ബേണിങ് റോട്ടറി കിന്നിൽ നടന്നു, അതിനുശേഷം നമുക്ക് എന്ത് കിട്ടി? ക്ലിങ്കേഴ്സ്. ഈ ക്ലിങ്കറിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ദ ഗ്രൈൻഡിങ് ഓഫ് ദ ക്ലിങ്കർ ഈസ് ഡൺ ഇൻ ബോൾ മിൽസ് ഓർ ട്യൂബ് മിൽസ്. ഈ സ്റ്റെപ്പിലാണ് ഫൈനൽ സ്റ്റെപ്പ്. ജിപ്സം നമ്മൾ ആഡ് ചെയ്യുക. ജിപ്സം എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 4%. അതാണ് സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുക സിമെൻറ്റിൻ്റെ. അങ്ങനെ ഫൈനലി നമുക്ക് സിമെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്യും. ഇതാണ് സിമെൻറ്റിൻ്റെ മാനുഫാക്ചർ പ്രോസസ്സ്.